കറുപ്പിനഴക് എന്ന് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് എഴുതി ഹിറ്റാണ് പാട്ട്. കറുപ്പിന് അഴകാണ്. കാർമേഘവർണ്ണൻ എന്ന് നമ്മൾ പറയുന്നത് കറുപ്പിനെ കുറിച്ചാണ്. കാർമേഘത്തിൻ്റെ നിറമുള്ള കണ്ണനെക്കുറിച്ച്. കരിനീല കണ്ണുള്ള പെണ്ണെ എന്നുള്ളത് കറുത്ത നിറത്തെക്കുറിച്ചാണ്. ഇത് പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് എഴുതി ചോദിച്ചു, നിങ്ങളെന്താണ് ഈ പാട്ടിൻ്റെ പൂവരങ്ങിൽ കറുത്ത ഷർട്ട് മാത്രം ഇടുന്നത്? ഞാൻ പറഞ്ഞു, എനിക്കിഷ്ടമായതുകൊണ്ടാണ്. എൻ്റെ ഇഷ്ടമാണല്ലോ എൻ്റെ നിറം. താങ്കൾക്ക് മുല്ലപ്പൂവിൻ്റെ നിറമാണെങ്കിൽ വെള്ള ഉപയോഗിക്കാം. ഞാൻ ആകെപ്പാടെ 4 നിറമുള്ള ഷർട്ടേ ഉപയോഗിക്കാറുള്ളൂ. കറുപ്പ്, പച്ച, ചാരനിറം, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെടുന്ന 7 നിറങ്ങളിൽ 3 എണ്ണം കട്ട് 4 നിറമുള്ള വിബ്ജിയോറിൽ ഉള്ള നിറങ്ങളിൽ വളരെ കുറച്ച് നിറങ്ങൾ ഉപയോഗിക്കുന്ന ഒരാളാണ് ഞാൻ. ഇതിനൊരു കാരണമുണ്ട്, വെറുതെ സ്റ്റൈലൈസ് ചെയ്യല്ല അത്. കുട്ടിക്കാലത്ത് എനിക്ക് ഒരു ഷർട്ടില്ലായിരുന്നു, ഒരു വെള്ള ഷർട്ട്. ഇപ്പോൾ കാലത്ത് ഇവിടെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, കാരണം പ്രേക്ഷകർ എവിടെ നിന്നാണ് ഇത് കാണുന്നതെന്ന് അറിയാത്തതുകൊണ്ട്. വസന്ത കളർ എന്ന് പറഞ്ഞൊരു കളറുണ്ടായിരുന്നു. 20 പൈസയാണ് അതിൻ്റെ വില. ഈ വസന്ത കളർ വാങ്ങിയാൽ അതിൻ്റെ അകത്തൊരു തെരേസാപ്പള്ളി ചെപ്പേഡ് പോലെ, അല്ല ഇന്ത്യൻ ഭരണഘടന പോലെ ഒരു കുറിപ്പുണ്ടാവും. നിങ്ങൾ ഈ കളർ വെള്ളം തിളപ്പിച്ച് അതിൽ ഇട്ട് കുറച്ച് ഉപ്പ് ഇട്ട് 20 മിനിറ്റ്, ഇപ്പം ടി വിയിലൊക്കെ കാണുന്നില്ല നമ്മളിങ്ങനെ ചെമ്മീൻ വഴറ്റി എന്നൊക്കെ പറയുന്ന മാതിരി, അതൊന്നും അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. ഈ ഷർട്ട് വഴറ്റുക, എന്നിട്ട് അതിനെ പച്ചവെള്ളത്തിൽ ഒലുമ്പി 32 സെക്കൻഡ് കഴിഞ്ഞ് തോരയിട്ട് 4 മണിക്കൂർ, അങ്ങനെ ചില നിബന്ധനകളുണ്ട്. ചില ഹൃദ്രോഗികൾക്ക് പ്രകൃതി ചികിത്സകന്മാർ കൊടുക്കുന്ന ഭക്ഷണക്രമം പോലെ രേഖ നോക്കിയിട്ട് കാലത്ത് എന്ത് കഴിക്കണം, 11 മണിക്ക് ഒരു തൈര് 1 കപ്പ് കഴിച്ചോളൂ, അപ്പോൾ അതിന് 5 പോയാൽ ഹൃദ്രോഗം കൂടും എന്നൊക്കെയാണ് അവർ പറയുന്നത്. എല്ലാം ശാസ്ത്രമാണേ. അതുപോലെ ഈ 20 പൈസ കൊടുത്ത് ഞാൻ ഈ വെള്ള ഷർട്ട് വസന്ത കളർ മുക്കിയിട്ട് പച്ചയാക്കും. പിറ്റത്തെ ശനിയാഴ്ച എൻ്റെ ജോലി 20 പൈസേൻ്റെ കളർ വാങ്ങിയിട്ട് ഇത് ഗ്രേ ആക്കും. അടുത്ത ആഴ്ച അത് 20 പൈസേൻ്റെ വസന്ത കളർ വാങ്ങിയിട്ട് എൻ്റെ പെങ്ങളാണ് അതെല്ലാം ജോലി ചെയ്തു തരാം, കറുപ്പാക്കും. അപ്പം ഈ കറുപ്പിനഴകും പച്ചയ്ക്കഴകും മെറൂണിനഴകും ആണ് എനിക്ക് പ്രിയം. അതെൻ്റെ ഒരു സ്വകാര്യ സംരക്ഷണമായിട്ടൊന്നും ഞാൻ മനസ്സിൽ സൂക്ഷിക്കുന്നു എന്ന് ഈ കത്തയച്ച സഹോദരിയോട് ആദ്യം പറയാനാണ് ഞാൻ ഈ എപ്പിസോഡ് തുടങ്ങുന്നത്. അപ്പം കറുപ്പിനെക്കുറിച്ച് ഒരുപാട് ആളുകൾ വാഴ്ത്തിയിട്ടുണ്ട്. പാലാ നാരായണൻ നായരും അഭയദേവും തുടങ്ങി വെച്ച മലയാള സിനിമയുടെ സങ്കല്പത്തിൽ കറുപ്പ് നിറം എന്നും പ്രിയപ്പെട്ടതായിരുന്നു. ഓരോരുത്തർക്കും ഓരോ പ്രിയമുണ്ട്. മുന്നേറും പ്രണയം കൃഷി താനേ എന്ന് പാടിയത് പാലാ നാരായണൻ നായരാണ്. കേരളം വളരുന്നു എന്ന പുസ്തകത്തിലൂടെ കേരളത്തിൻ്റെ ചരിത്രം മലയാളിയെ ബോധ്യപ്പെടുത്തിയ ആദ്യത്തെ കവി. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഒരു സിനിമയ്ക്ക് പാട്ടെഴുതാൻ വേണ്ടി വന്നപ്പോൾ അദ്ദേഹം പറയുമായിരുന്നു, മുന്നേറും പ്രണയം കൃഷി താനേ. കാരണം കാമുകിയേക്കാൾ എനിക്കിഷ്ടം ആദ്യത്തെ പ്രണയം കൃഷിയോടാണ്, അതിനുശേഷമേ നീ ഉള്ളൂ എന്ന് ശാഠ്യം പിടിച്ച, എന്ന് സ്നേഹിച്ച, എന്ന് കലഹിച്ച, എന്ന് ഉമ്മ വെച്ച, എന്ന് കെട്ടിപ്പിടിച്ച, എന്ന് ജീവിതം പടുത്തുയർത്തിയ കാമുകൻ്റെ ധാർഷ്ട്യം കലർന്ന ആ സ്നേഹമാണ് മലയാളി ആദ്യം അനുഭവിച്ചത്. അതുപോലെ ഓരോരുത്തർക്കും ഓരോ നിറങ്ങളാണ്. നിറങ്ങളെക്കുറിച്ച് പറയുമ്പം 7 നിറങ്ങൾ ലോകത്തിൻ്റെ
നിറങ്ങളുടെ സങ്കല്പം ഒതുങ്ങുന്നു എന്നാണ് ശീലം. 7 നിറങ്ങൾ നമ്മൾ നേരത്തെ ശ്രീകുമാരൻ തമ്പിയെക്കുറിച്ച് പറഞ്ഞു. ചേർന്നാൽ അത് ഒരു വർണ്ണാവുകയാണ്. ഏകമെന്നുണർത്തും ശാസ്ത്രമുഖം. 7 നിറങ്ങൾ ചേർന്നാൽ ഏകമെന്നുണർത്തും ശാസ്ത്രമുഖം ശാസ്ത്രമുഖം. പുഷ്പാഭരണം എന്നുള്ള പാട്ട് നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ 7 നിറങ്ങൾക്കും ഒരു ബിന്ദുവേ ഉള്ളൂ. എല്ലാ ഭൂമിക്കും ഒരു ഭൂമധ്യരേഖ പോലെ, എല്ലാ ഭൂമിക്കും ഒരച്ചുതണ്ട് പോലെ, എല്ലാ സ്നേഹത്തിനും ഒരു നിലാവ് പോലെ, എല്ലാ പക്ഷികൾക്കും ഒരു തൂവൽ പോലെ. പാട്ടിൻ്റെ പ്രണയം കടഞ്ഞെടുത്ത ഗുരുക്കന്മാരായിരുന്നു പാലാ നാരായണൻ നായരും ജി ശങ്കരക്കുറുപ്പും. ശ്രാന്തമംബരം നിദാഘോഷ്മള സ്വപ്നാക്രാന്തം താന്തമാരബ്ധക്ലേശ രോമന്ധം മമ സ്വാന്തം ശ്രാന്തമംബരം. വിഷമിക്കുന്ന ആകാശത്ത് നിന്ന് വിരിഞ്ഞു വീഴുന്ന മഴവില്ലിൻ്റെ പൊട്ടുകളിലേക്ക് നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് ശങ്കരക്കുറുപ്പിനെ നമ്മൾ കാണുന്നത്. പിന്നീട് അഭയദേവാണ് നമ്മുടെ മുഖത്ത് ആദ്യമായി, നമ്മുടെ കാതിൽ, നമ്മുടെ ജന്മത്തിൽ, നമ്മുടെ ഉറക്ക് തൊട്ടിലിൽ, നമ്മുടെ കണ്ണീരിൽ, നമ്മുടെ അമ്മയുടെ മുലപ്പാലിൽ താരാട്ടുമായി വന്നത്. പാട്ടുപാടിയിട്ടുറക്കാം ഞാൻ താമരപ്പൂം പൈതലേ, കേട്ടു കേട്ട് നീയുറങ്ങൻ കരളിൻ്റെ കാതലേ. ആപ്പിൾ മരത്തിനും, കാശ്മീരിൽ പൂക്കുന്ന ആപ്പിൾ മരത്തിനും വയനാടിൻ്റെ ഹൃദയത്തിൽ പൂക്കുന്ന തേക്ക് മരത്തിനും കാതലുണ്ട്. കരളിൽ ഓരോ മനസ്സിനും, ഓരോ കരളിലും കാതലുണ്ട്. കരളിൻ്റെ കാതലേ എന്നാണ് കുഞ്ഞിനെക്കുറിച്ച് പറഞ്ഞത്. ആ താരാട്ട്, അത് താരാട്ടല്ല, ഒരു തേൻ തൈലമാണ്. അത് ധന്വന്തരം കുഴമ്പാണ്, അത് ധന്വന്തരം ഗുളികയാണ്, മാനസമിത്ര വടകമാണത്, അത് ആകാശമാണ്, അത് അലകടലാണ്. അത് ഒരു താരാട്ട് ഒരു സുനാമിയാവുകയാണ്. തലമുറകളോളം സഞ്ചരിച്ച് എവിടെയോ ചലിച്ച, എവിടെയോ സംഭവിച്ച ഒരു ഭൂമി കുലുക്കത്തിൻ്റെ പ്രകമ്പനം മണിക്കൂറിൽ കിലോമീറ്റർ കടന്ന് സഞ്ചരിച്ച് നമ്മുടെ കരുനാഗപ്പള്ളിയിലും കോഴിക്കോട്ടും തിരുവനന്തപുരത്തും എത്തിയ പോലെ ഒരു താരാട്ടിൻ്റെ നിലാവ് കൊണ്ട്, ഒരു താരാട്ടിൻ്റെ കണ്ണീര് കൊണ്ട് എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അമ്മ എനിക്ക് പാടിത്തന്നിട്ടുണ്ട്. ദക്ഷിണാമൂർത്തി സ്വാമി എന്ന ആ ദിവ്യസിംഹം പാടിയ, കമ്പോസ് ചെയ്ത, അഭയദേവ് എഴുതിയ ആ പാട്ട്, സുശീലമ്മ പാടിയ പാട്ട്. പാട്ടുപാടിയിട്ടുറക്കാം ഞാൻ താമരപ്പൂം പൈതലേ, കേട്ടു കേട്ട് നീയുറങ്ങൻ കരളിൻ്റെ കാതലേ. ആ പാട്ട് എൻ്റെ മകന് ഞാൻ പാടിക്കൊടുത്തു 15 കൊല്ലം മുമ്പ്. SLC പഠിക്കുകയാണ് എൻ്റെ മകൻ. അവനെ ചെറുപ്പത്തിൽ, എൻ്റെ പട്ടണിക്കാലത്ത് എനിക്ക് പിറന്ന മകനാണവൻ. അവന് പാടിക്കൊടുക്കുകയായിരുന്നു ഞാൻ. പാട്ടുപാടിയിട്ടുറക്കാം ഞാൻ, അവനെ ഉറക്കി. ഇപ്പോൾ എൻ്റെ ഭാര്യയുടെ സഹോദരൻ, അന്നവൻ ചെറിയ കുഞ്ഞു കുട്ടിയാണ്, അവൻ്റെ കുഞ്ഞ്
എന്നോട് പറഞ്ഞാൽ ആൾ പാടും, പത്തു പാതി തുതക്കാം ഞാൻ. ശ്രുതി ശുദ്ധമായിട്ട് പാടും, ശ്രുതി ശുദ്ധമാണ്. കുഞ്ഞുള്ളതുകൊണ്ട് ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ തലമുറകളെ തൊട്ടുണർത്തിയ ആ പാട്ട് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഞാൻ ബോംബെയിൽ ഒരു റെക്കോർഡിങ്ങിന് പോയപ്പോൾ ഇന്ത്യയുടെ വാനമ്പാടി ലതാ മങ്കേഷ്കർക്ക് ഞാൻ ഈ പാട്ട് പാടിക്കൊടുത്തു, സാന്ദർഭികമായി പാടിക്കൊടുത്തു. കദളി ചെങ്കദളി കൺകദളി പൂവേണോ, കവിളിൽ പൂമതമുള്ളൊരു പെൺപൂ വേണോ പൂക്കാരാ എന്ന് പാടിയ, മലയാളിക്ക് വേണ്ടി പാടിയ. പക്ഷെ അവർ പറഞ്ഞു മലയാളത്തിൽ എനിക്ക് പാടാൻ പറ്റില്ല, എൻ്റെ പ്രൊണൗൺസിയേഷൻ ശരിയല്ല എന്ന് മലയാളത്തിലൊരു പ്രഗത്ഭന വരെ കുറ്റപ്പെടുത്തിയെന്ന്. ആ പ്രഗത്ഭൻ ആരാണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് വളരെ സ്വകാര്യം അവരെന്നോട് പറഞ്ഞു, ഞാനിത് പറയാൻ പാടില്ല, അത് എന്നും ലതാ മങ്കേഷ്കറിലും എന്നിലും ഒടുങ്ങിപ്പോകട്ടെ. അത് അവരുടെ പ്രൊണൗൺസിയേഷൻ ശരിയല്ല, നിങ്ങൾ മേൽ മലയാളത്തിൽ പാടാൻ പാടില്ല. ഒരു യോഗ്യനെ, അയാൾക്ക് സ്വന്തം പേരെഴുതാൻ അറിയില്ല എന്നുള്ള വേറെ കാര്യം, പറഞ്ഞ യോഗ്യനാണ്. അപ്പോൾ ആ സ്ത്രീക്ക് ഞാൻ പാടിക്കൊടുക്കുകയായിരുന്നു. പാട്ടു പാടിയിട്ടുറക്കാം. അപ്പോൾ അവരിങ്ങനെ ഒരു പൂച്ചക്കുട്ടി ഐസ്ക്രീമിലേക്ക് നോക്കിയിരിക്കുന്ന മാതിരി കേൾക്കുകയാണ്. എൻ്റെ ശബ്ദത്തിൻ്റെ സുഖം കൊണ്ടൊന്നുമല്ല, ഇതാരാണ് കമ്പോസ് ചെയ്ത്, ഇതാരാണ് പാടി? ഞാൻ പറഞ്ഞു സുശീലമ്മയാണ്. രാജാവായി തീരും നീ ഒരു കാലമോമനെ, മറക്കാതെയെന്ന് നിൻ താതൻ ശ്രീരാമനേ രാമനേ. അപ്പോഴാണ് അഭയദേവ് എന്ന് പറഞ്ഞ ഗന്ധർവനെ, ദക്ഷിണാമൂർത്തി എന്ന സിദ്ധനെ, സുശീലമ്മ എന്ന പാട്ടിൻ്റെ പൂനിലാവിനെ ലതാ മങ്കേഷ്കർ ധ്യാനിക്കുന്നത് കണ്ടപ്പം മലയാളിയായി ജനിച്ചതിൽ എനിക്ക് അഭിമാനം തോന്നി. അങ്ങനെ അവരടുത്ത ചരണം അല്ലെങ്കിൽ അടുത്ത അനുബന്ധം കേൾക്കാൻ, അപ്പം ഞാൻ ലതാ മങ്കേഷ്കറിൻ്റെ മുന്നിൽ നിന്നാണ് പാടുന്നത്. ഇവിടെയുള്ള നാട്ടിൻപുറത്തെ ഒരു പാട്ടുകാരത്തിൻ്റെ മുമ്പിൽ നിന്നല്ല. ഞാൻ സൂര്യൻ്റെ മുമ്പിൽ പെട്ടുപോയൊരു ശലഭം പോലെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ ചരണവും അവർ അന്തര എന്നൊക്കെ പറയും, ഒക്കെ മാറിപ്പോയി. ആരാട് കേട്ടു, അവർക്ക് അർത്ഥം മനസ്സിലായി സാർ, അവർക്ക് അർത്ഥം മനസ്സിലായി. അർത്ഥം അപ്പാണ് കവിതയ്ക്കും സംഗീതത്തിനും സാർവദേശീയമായൊരു മാനമുണ്ട്, ഒരു ഡയമെൻഷൻ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നു. നിന്നാലി പുൽമാടം പൂമേടയായടാ എന്ന് പറഞ്ഞപ്പം അവർക്ക് അതിൻ്റെ ബോധ്യമായി, നീ കാരണം ഈ പുൽമാടം പൂമേടയാവുന്നു. അതാണല്ലോ ഇവിടെ സംഭവിക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് നടന്നു, തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രം മുഴുവനും ഒരു സ്ത്രീയെ ഉറ്റുനോക്കുകയാണ്. പക്ഷേ ജന്മദേശത്തിൻ്റെ പേര് പറഞ്ഞിട്ട് അവർ പറ്റില്ല എന്ന് ഒരു രാഷ്ട്രം തീരുമാനിക്കുകയാണ്. തലേന്ന് രാത്രി ഉരുളക്കിഴങ്ങിൻ്റെ പുഴുക്കും ചപ്പാത്തിയും കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ വിളിച്ച് ഒരു നാളെ നിങ്ങളാണ് പ്രധാനമന്ത്രി. അതാണ് വിധി, നിയോഗം, നിയതി എന്ന് പറയുന്നത്. അതുപോലെ നിന്നാലെ ഈ പുൽമാടം പൂമേടയാവുകയാണ്. പുത്തഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരുപാട് യോഗ്യന്മാരുണ്ട്. പക്ഷേ ഗിരീഷ് പുത്തഞ്ചേരി എന്ന് പറയുമ്പോഴേ നിങ്ങൾക്ക് അറിയുള്ളൂ, അവിടെ എന്നേക്കാൾ കാശുള്ള ആൾക്കാരുണ്ട്, പോക്കിരികളുണ്ട്, ലോറിയുള്ള ആളുണ്ട്. ഞാൻ തന്നെ കഷ്ടപ്പെട്ട് ഈയിടെ ഒരു കാറ് വാങ്ങിയിട്ടേ ഉള്ളൂ. എൻ്റെ ബില്ല് തന്നെ ബാങ്കിൽ അടച്ചു തീർക്കുന്നേ ഉള്ളൂ. ഇങ്ങനെ പാട്ടിൻ്റെ പൂവരങ്ങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടുന്ന് കിട്ടുന്ന കാശ് കൊണ്ടൊക്കെ അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ അക്കാലത്ത് 5 ലോറിയുള്ള ആളൊക്കെ ഉണ്ട്. അപ്പോൾ അവനവൻ്റെ പുൽമാടം പൂമേടയാക്കുന്ന ഒരു രാസപ്രക്രിയ, ഒരു രാസത്വരകം നമ്മളിൽ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ മനുഷ്യന്മാരാകുന്നത്. ഇങ്ങനെ ഉണ്ടാക്കിയാണ് സാഹിത്യത്തിലും കവിതയിലും ഭാസ്കരൻ മാഷും വയലാറും ശ്രീകുമാരൻ തമ്പിയും എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പാട്ടുകൾ എഴുതിയ ബിച്ചുവട്ടൻ
എന്താണ് ബിച്ചുവേട്ടൻ്റെ പാട്ടുകൾ? വാഗപ്പൂമരം ചൂടും വാരിളം പൂങ്കുലയ്ക്കുള്ളിൽ വാടകയ്ക്കൊരു മുറിയെടുത്തു വടക്കൻ തെന്നൽ, പണ്ടൊരു വടക്കൻ തെന്നൽ. പ്രണയം വാടകയ്ക്ക് മുറിയെടുക്കുകയാണ്. ഇത് മനോഹരമാണ് ആ കൽപ്പന. കുസൃതി കൊണ്ട് ഒരു പൂക്കാലം സൃഷ്ടിച്ച, കുസൃതി കൊണ്ടൊരു വിഷു സൃഷ്ടിച്ച, കുസൃതി കൊണ്ട് പടക്കം പൊട്ടിച്ച, കുസൃതി കൊണ്ട് പ്രണയം സൃഷ്ടിച്ച ഒരു അത്ഭുത സിദ്ധിയുള്ള മാന്ത്രികനാണ് ശ്രീ ബിച്ചു തിരുമല. ഇത്ര നല്ല പാട്ടുകളാണ് എഴുതിയത്. വാതിലിൽ വന്നെത്തി നോക്കിയ വസന്ത പഞ്ചമി പെണ്ണിൻ വളകിലുക്കം കേട്ടു കോരിത്തരിച്ചു നിന്നു, തെന്നൽ തരിച്ചു നിന്നു. വിരൽ ഞൊടിച്ചു വിളിച്ച നേരം വിരൽ കടിച്ച വളരികിൽ വന്നു വിധുവദനയായി വിവശയായ അവളൊതുങ്ങി നിന്നു, നാണം കുണുങ്ങി നിന്നു. ഒരു പെയിൻറ്റിങ് ആണത്. ഒരു സെക്കൻഡിൽ 24 ഫ്രെയിം ഓടുന്ന പാട്ടിൻ്റെ രസതന്ത്രമാണ്. ഓരോ ചിത്രമുണ്ട് നമുക്കതിൽ. നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ മനസ്സിൻ്റെ താളിലേക്ക് ഇങ്ങനെ കുട്ടികൾക്ക് നമ്മളൊക്കെ ചിത്രം, പൂച്ചക്കുട്ടിയൊക്കെ വരച്ചു കൊടുക്കില്ലേ ചെറുപ്പത്തിൽ? ഒരു വാലും ഒരു കണ്ണും ഒരു 3 മീശയും വരയ്ക്കുമ്പം കുട്ടികളത് പൂച്ചയാണെന്ന് മനസ്സിലാവും. അതിന് നമുക്ക് MV ദേവനും നമ്പൂതിരിയും പിക്കാസോയും സാവധൂതാലിയും ഒന്നും ആവേണ്ട കാര്യമില്ല. കുട്ടികൾക്ക്, ചെറിയ കുഞ്ഞുങ്ങൾക്ക് പൂച്ചയാണെന്ന് പറഞ്ഞാൽ ഞാവോ എന്നൊരു ശബ്ദം ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് അത് ഹാപ്പിയാണ്. അതുപോലെ ആസ്വാദകനാവുന്ന, ഗാനാസ്വാദകനാവുന്ന കുട്ടികളുടെ ഹൃദയത്തിലേക്ക് നിലാവിൻ്റെ നഖവടുക്കൾ കൊണ്ട് പാട്ടെഴുതി കൊടുക്കണം അദ്ദേഹം. തരള ഹൃദയ വികാരലോലൻ തെന്നലവളുടെ ചൊടി മുകർന്നു തണുവാൻ. അതാണ് A.T. ഉമ്മറിൻ്റെ വിരലുകളുടെ മാന്ത്രിക സ്പർശത്തിൻ്റെ കോഡ് ചേഞ്ചാണത്. തണുവണിക്കുളിർ ശയ്യയിൽ തനു തളർന്നു വീണു, തമ്മിൽ പുണർന്നു വീണു. പുലരി വന്നു വിളിച്ച നേരം അവനുണർന്നൊന്നവളെ നോക്കി, അവളടുത്തിൽ അകലെയെങ്ങോ മറഞ്ഞു പോയി, തെന്നൽ പറന്നും പോയി. വാഗപ്പൂമരം ചൂടും വാരിളം പൂങ്കുലയ്ക്കുള്ളിൽ വാടകയ്ക്കൊരു മുറിയെടുത്തു വടക്കൻ തെന്നൽ, പണ്ടൊരു വടക്കൻ തെന്നൽ. ഒരു വടക്കൻ പാട്ടിൻ്റെ ശാലീനതയോടെ, ഒരു വടക്കൻ വീരഗാഥയുടെ ക്കുള്ളിൽ ഒളിച്ചിരിക്കുന്ന പ്രണയം പോലെ ഒരു താമരപ്പൂവ്, അല്ലെങ്കിൽ ഒരു വടക്കൻ പാട്ടിൻ്റെ പൂവ്, അല്ലെങ്കിൽ ഒരു പ്രണയത്തിൻ്റെ പൂച്ച കുഞ്ഞിൻ്റെ നിലവിളി നമ്മുടെ മനസ്സിലേക്ക് എടുത്തു തന്ന ബിച്ചുവേട്ടനെക്കുറിച്ച് നമുക്ക് തുടർന്ന് സംസാരിക്കാം. ഒരു കാലത്ത് നമ്മുടെ അസ്ഥിയിൽ പൂത്തു നിന്ന ഒരുപാട് ഗാനങ്ങൾ, നല്ല ഭാഷ കൊണ്ട് വിശുദ്ധായ, സംഗീതം കൊണ്ട് ധന്യമായ ഒരുപാട് പാട്ടുകളുടെ രാജശില്പിയാണ് ശ്രീ ബിച്ചു തിരുമല. ഞാൻ ആരാധനാപൂർവ്വം വിളിക്കുന്ന ബിച്ചുവേട്ടൻ. എന്നെയൊക്കെ പാട്ടെഴുതാൻ പഠിപ്പിച്ചതിൻ്റെ ഒരു യൂണിവേഴ്സിറ്റിയാണ് അദ്ദേഹം. കാരണം സൂത്രത്തിൽ, അതിൻ്റെ കുറുമ്പിൽ, അതിൻ്റെ കവിതയിൽ എങ്ങനെ പാട്ടെഴുതാം എന്ന് എന്നെ ബോധ്യപ്പെടുത്തിയ എഴുത്തുകാരുടെ നിരയിൽ ഒരു പ്രതിഭാസമാണ് അദ്ദേഹം. അദ്ദേഹം എഴുതി രവീന്ദ്രൻ എന്ന സംഗീതത്തിലെ മഹാമേരുവിൻ്റെ ഒരു ട്യൂൺ എഴുതിയാണ്. തേനും വയമ്പും നാവിൽ തൂകും
വാനമ്പാടി. തേനും വയമ്പുമാണ് ഒരു കുഞ്ഞിന് ആദ്യമായിട്ട് അക്ഷരത്തോടൊപ്പം, അല്ലെങ്കിൽ അക്ഷരത്തിന് മുമ്പേ, 51 മുമ്പേ, കൊല്ലമല്ല പറഞ്ഞ അക്ഷരത്തിന് മുമ്പേ വാനമ്പാടിയോട് പാടാൻ പറയുകയാണ്. ശ്രീരാഗം പാടാൻ. സംഗീതത്തിലെ ഏറ്റവും ഘനരാഗങ്ങളിൽ അപകടം പിടിച്ചൊന്നാണ് ശ്രീരാഗം. എനിക്ക് പാടാനുള്ള അറിവില്ലാത്തതുകൊണ്ട് ഞാൻ പാടുന്നില്ല. ആ വാനമ്പാടിയോട് പറയാണ്, തേനും വയമ്പും നാവിൽ തൂകും വാനമ്പാടി, രാഗം ശ്രീരാഗം പാടൂ നീ വീണ്ടും വീണ്ടും വീണ്ടും. പാടിയാൽ തീരാത്ത, പിന്നെയും കൈവരാഞ്ഞഴിക്കുന്നു, പിന്നെയും ഇടിയിക്കുന്നു എന്ന സമുദ്രത്തെക്കുറിച്ചിട്ട് വള്ളത്തോൾ പറഞ്ഞ മാതിരിയാണ്. പച്ചയാം വിരിപ്പിട്ട സഹിനിൽ തലവെച്ച സ്വചാബ്ധി മണൽത്തട്ടിൻ്റെ കാൽക്കൽ വന്ദിപ്പൻ മാതാവിനെ എന്ന് പറഞ്ഞ വള്ളത്തോളിൻ്റെ ഉയരത്തിലേക്കാണ് അദ്ദേഹം ഉയരുന്നത്. കൈവരാഞ്ഞഴിക്കുന്നു എന്ത്? കടൽ, മലയാളത്തിൻ്റെ കാൽക്കൽ. പിന്നെയും ഇടിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു വള്ളത്തോൾ പാരമ്പര്യത്തിലേക്കാണ് ശ്രീ ബിച്ചു തിരുമലയുടെ, എൻ്റെ പ്രിയപ്പെട്ട ബിച്ചുവേട്ടൻ്റെ പാട്ടിൻ്റെ സംസ്കാരം, സന്തോഷം. ഒറ്റക്കമ്പിനാദം മാത്രം മോളും വീണാഗാനം ഞാൻ, ഏകഭാവമേതോ താളം മൂകരാഗാനാലാപം, ഈ ധ്വനിമണിയിൽ, ഈ സ്വരജതിയിൽ, ഈ വരിശകളിൽ. കർണാടക സംഗീതത്തിൻ്റെ പാഠപുസ്തകമാണത്. ധ്വനിമണിയാണ്, ധ്വനിക്കാണ്, ധ്വനിയുടെ മണിയാണത്. അത് ഭരതൻ്റെ മുദ്രയോടും നാട്യധർമ്മിയായ കലയോടും ചേർന്ന് നിൽക്കുന്ന വാക്കാണത്. തദരരം എന്നൊരു വീട്ടും പറയും, ഈ ധ്വനിമണിയിൽ, ഈ സ്വരജതിയിൽ. സരളി വരിശയും ദണ്ഡ വരിശയും ധാട്ടു വരിശയൊക്കെ പഠിക്കുന്നവർക്ക് ഇത് മനസ്സിലാവുള്ളൂ. ഈ വരിശകളിൽ എന്ത്? ഒറ്റക്കമ്പിനാദം മാത്രം മൂളും വീണാഗാനം. ശതതന്ത്രി ഇല്ല നമുക്കവിടെ, ശതതന്ത്രി മൂളൊന്നുമല്ല, അവിടെ ഒറ്റക്കമ്പിയുള്ളൂ. ഈ ഒറ്റക്കമ്പി കൊണ്ട്, ഹൃദയത്തിൻ്റെ ഒറ്റക്കമ്പി കൊണ്ട് നമ്മുടെ മനസ്സിൽ സംഗീതത്തിൻ്റെ ശതതന്ത്രി തീർത്ത ബിച്ചുവേട്ടന് എനിക്ക് പ്രാണനാണ്. അദ്ദേഹത്തിൻ്റെ പാട്ട് എനിക്ക് പ്രാർത്ഥനയാണ്.